ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂബെൽസ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാസത്തിനടുത്തായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ബത്തേരി KLM മാക്സിവേലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു 90% ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഗ്യാസിൻ്റെ പ്രശ്നം. 50 വയസ്സിന് ശേഷമാണ് എല്ലാവർക്കും ഈ ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാറ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട്. ആള് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. ഇതിൻ്റെ ഒരു ഭീകര ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചു, കൂടുതൽ റെഫർ ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനെല്ലാം കാരണം? എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന രീതിയുമാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ പറയുന്ന ഫുഡ് കഴിക്കരുത് എന്നല്ല പറയുന്നത്, അത് കഴിക്കേണ്ട രീതികളാണ് നമ്മൾ മാറ്റേണ്ടത്. പറയില്ല ഗ്യാസ് ആണ്, എനിക്ക് ആ ഫുഡ് വേണ്ട, ഈ ഫുഡ് വേണ്ട, എന്ത് കഴിച്ചാലും ഗ്യാസ് ആണ്. ചിലർക്ക് മുട്ട കഴിച്ചാൽ, പാല് കഴിച്ചാലും, എന്തിനു പറയുന്നു, ചില മീനുകൾ കഴിച്ചാൽ, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മിക്കടിയിലുള്ള എന്ത് സാധനം, എന്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാലും എല്ലാവർക്കും ഗ്യാസ് ആണ്. സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ചില ആളുകളിൽ ഇത് തലകറക്കമായിട്ട് വരാറുണ്ട്, ഛർദിയായിട്ട് വരാറുണ്ട്. അത് ഛർദിച്ചു പോയി കഴിയുമ്പോൾ കുറേ ആശ്വാസം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വയറിൽ ഉരുണ്ട് കയറുന്ന മാതിരി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു പ്രശ്നം കാരണം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ഈ ഗ്യാസ് ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, അത് ഒഴിവാക്കാനല്ല പറയുന്നത്, അത് എങ്ങനെ കഴിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനുള്ള കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പീരീഡ്സിന്റെ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉരുണ്ട് കയറി വന്നിട്ട് ഛർദിക്കുക എന്നുള്ളത്. ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നത് നമുക്ക് ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം കാരണമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നം. അപ്പോൾ 2 തരത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ധാരാളം ഗ്യാസ് നമ്മുടെ വയറിനുള്ളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചിരിച്ചുകൊണ്ടോ TV കണ്ടുകൊണ്ടോ ഒക്കെ അശ്രദ്ധമായിട്ട് ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ സ്ട്രോയിലൂടെ വെള്ളം വലിച്ചു കുടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വയറ്റിലേക്ക് ധാരാളം ഗ്യാസ് ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ഭക്ഷണങ്ങൾ, ചില ഫൈബറുകൾ അടങ്ങിയ, നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറിൽ എത്തിയതിനു ശേഷം ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ഗ്യാസ് നമ്മുടെ വയറ്റിൽ സ്വയം ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ വയറിനുള്ളിൽ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള ഗ്യാസുകൾ ഉണ്ടാകാറുണ്ട്. അമിത ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് വേണ്ട. അതുപോലെ തന്നെ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിത രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാവിലെ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ സമയമില്ല, അതേപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ സമയമില്ല, എപ്പോഴാണെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമില്ല. അത്രയും തിരക്ക് പിടിച്ച ജീവിത രീതിയാണ് ഇപ്പം എല്ലാവർക്കും ഉള്ളത്. സമയമില്ലെങ്കിൽ നമ്മൾ ഫുഡ് വലിച്ചു വാരി കഴിക്കും, പെട്ടെന്ന് കൂടുതൽ ഫുഡ് അകത്താക്കും. അപ്പോൾ അതിലൂടെ എന്താവും, ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചവച്ചരച്ച് സമയമെടുത്ത് മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ ഗ്യാസ് ഉണ്ടാവാനായിട്ട്. നമ്മൾ അധികം ഫുഡ് ശരിക്ക് ചവയ്ക്കാതെ വാരി വിഴുങ്ങുകയാണെങ്കിൽ നമ്മുടെ വയറിൽ ധാരാളമായിട്ട് ഗ്യാസ് ഉണ്ടാവാൻ കാരണമാകും. നേരെ മറിച്ച് നമ്മൾ സമയമെടുത്ത് ചവച്ചരച്ച് പതിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അമിത ടെൻഷൻ ഉള്ളവരിൽ ഗ്യാസ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കി കൂടുതൽ റിലാക്സ് ചെയ്യാൻ, മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നമുക്ക് ഗ്യാസ് ഒരു പരിധി വരെ തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫുഡിൽ പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്സ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈര്, മോര് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫുഡിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. ഈ പാല് കഴിക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ എന്താക്കണം, അത് കുളിപ്പിച്ച് തൈരാക്കി, തൈരും മോരും ആക്കിയിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നവരിൽ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം പാടെ മാറും. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. അത് പാടെ മാറാൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട്
നമ്മൾ ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വളരെ വലിയ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ നിശ്ചിത സമയം ഇടവിട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസിൻ്റെ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വയറിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കുറയ്ക്കാൻ വലിയ രീതിയിൽ ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. പയറ്, കടല, പരിപ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ബീൻസ് ഐറ്റംസ് ഇതൊന്നും നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഗ്യാസിൻ്റെ പേരും പറഞ്ഞ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. അതിന് പകരം ഇത് എങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ തണുത്തതിന് ശേഷം കഴിക്കാതെ നമ്മൾ ചൂടോടുകൂടി മാത്രം കഴിക്കുക. ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ തണുത്തിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല. ചൂടോടെ മാത്രം കഴിക്കുക. അത് വീണ്ടും ചൂടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ തണുത്തിരിക്കുന്നത് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഫൈബറുകളും ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഫൈബറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നേരെ മറിച്ച് വീണ്ടും തണുക്കുമ്പോൾ വീണ്ടും ഫൈബർ അതിൽ ഹാർഡായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാകും. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമ്മുടെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുമ്പോഴാണ് നമ്മുടെ വയറ്റിൽ അത് ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് പാലും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും. ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് വയറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് പാല് ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ചില ആളുകളിൽ ഇതിൻ്റെ അളവ് കുറവായിരിക്കും. നേരെ മറിച്ച് പാല് കുടിക്കുന്ന കുട്ടികളിൽ ഇത് നല്ലപോലെ ഈ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുന്നത്. മുതിർന്ന ആളുകളിൽ ചില ആളുകളിൽ ഉണ്ടാവും കേട്ടോ. കുറവായ ആളുകളിലാണ് പാല് കുടിച്ചാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക. പാലും അതുപോലെ തന്നെ പാല് ചേർന്നിട്ടുള്ള ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മിഠായികളും എന്ത് കഴിച്ചാലും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് പുളിപ്പിച്ച് തൈര് മോരും ഒക്കെ ആക്കിയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആപ്പിളാണ് അടുത്ത വില്ലൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ആപ്പിൾ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവുമെന്ന്? എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് റെഫർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആപ്പിൾ കോൺസ്റ്റിപ്പേഷനും കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗ്യാസ് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവരും കഴിക്കുന്നതും നല്ലതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? ആപ്പിൾ വേവിച്ചാണ്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആപ്പിൾ പുഴുങ്ങി കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ ആവിയിൽ വേവിച്ച് ആപ്പിൾ കഴിച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ അപ്പോൾ ആപ്പിൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് വേവിച്ച് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത വില്ലനാണ് കാർബണേറ്റ് ഡ്രിങ്ക്സ്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ സ്പ്രൈറ്റും 7-Up ഒക്കെ കൂടെ കൊണ്ടുപോകും. കാരണം ഈ ഒരു ബുദ്ധിമുട്ട് വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട്. കാർബണേറ്റ് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കുറയല്ല, അതിന് പകരം കൂടുകയാണ് ചെയ്യുക. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ കാർബണേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ അടുത്ത വില്ലനാണ് മദ്യം. നമ്മുടെ വയറിൽ ഗ്യാസ് കൂട്ടുന്ന മെയിൻ വില്ലനാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണല്ലേ മദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുടിക്കുന്നവർ പറയുന്നത് വളരെ അവർക്ക് എന്താ പറയുക ഒരു കിക്ക് ഉണ്ടാകുന്നു, നല്ല സുഖം കിട്ടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? തലച്ചോറ് കുറേ നേരത്തേക്ക് അതിൻ്റെ വിവേചന ശേഷി കുറഞ്ഞു പോവുക, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള തലച്ചോറിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മദ്യം കഴിക്കുമ്പോൾ ആ ഒരു നിശ്ചിത സമയത്തേക്കാണല്ലോ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുക. അപ്പോൾ തലച്ചോറിന് ഒരു കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു വിവേചനശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെൻഷനും കാര്യങ്ങളും ഒന്നും അറിയാതെ ഒരു മായാലോകത്ത് നിൽക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാരണം, മദ്യം കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഗ്യാസിന് വളരെയേറെ അപ്പോൾ എന്താവും, നമ്മൾ കഴിക്കുന്ന ഫുഡ് തലച്ചോറിന് എന്താ പറയുക സിഗ്നൽ കിട്ടൂല ഇത് ദഹിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും, നമ്മുടെ ശരീരത്തിൻ്റെ മദ്യം പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ശരീരത്തിന് മൊത്തം താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് ഗ്യാസ് വർദ്ധിപ്പിക്കാനുള്ള, സ്ഥിരമായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ഗ്യാസ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മെയിൻ കാരണമാണ് മദ്യം, അതുപോലെ തന്നെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മദ്യം ബീറ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് കുറേ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. ഇതെന്തായാലും ഈ ഒരു വീഡിയോ 20 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.